അപ്പോൾ കേസ് ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗൂഗിളിൽ പോകാം. അവിടെ നമ്മൾ പരിവാഹൻ സേവ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേജ് ഓപ്പൺ ആവും. ഈ പേജിന് ഓപ്പൺ ആയി ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാം. ഈ 3 ഡോട്ടിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് കാണിക്കും. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കേരള എന്ന് നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിനകത്ത് നമ്മൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ സ്റ്റേറ്റ് കേരള, പിന്നെ നമ്മുടെ ആർ ടി ഒയിൽ നമ്മുടെ ഏത് ആർ ടി ഒ ആണോ ആ ആർ ടി ഒയുടെ ഇത് കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അത് എക്സെപ്റ്റ് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം വേറൊരു പേജിലോട്ടാണ് വരുന്നത്. ഈ പേജിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ഒരു 3 ഡോട്ട് കാണിക്കുന്നുണ്ട്. ഈ 3 ഡോട്ടിനകത്ത് അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ 3 ഡോട്ടിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഡൗൺലോഡ് ഡോക്യുമെൻറ്റിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഓരോന്നിൻ്റെ ഫിറ്റ്നസിൻ്റെ ഉണ്ട്, ടാക്സ് ഉണ്ട്, നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. ഈ രജിസ്ട്രേഷൻ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിൾ നമ്പർ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, അടുത്തതായി നമ്മോട് ചോദിക്കുന്നത് ചേസ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ചേസ് നമ്പറും നമ്മൾ ഈ ലാസ്റ്റ് 5 അക്ക ചേസ് നമ്പറാണ് നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളതും കറക്റ്റായിട്ട് അവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ വാലിഡ് ഇൻഫർമേഷൻ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇൻഫർമേഷൻ. ഇനി OTP ആണ്. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP അയക്കും. അപ്പോൾ ആ OTP അയച്ചിട്ട് നമുക്ക് ആ OTP അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം തുറന്നു വരുന്നതാണ്. അപ്പോൾ നമ്മൾ OTP കൂടി അവിടെ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഷോ ഡീറ്റെയിൽ. ഇപ്പോൾ നമ്മുടെ RC ഇവിടെ വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, ഏതെങ്കിലും അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനകത്ത് പോയിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനേ ഉള്ളൂ. പ്രിൻ്റ് എടുത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ വയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ RTOയുടെ ഇതിനകത്ത് നമുക്ക് ഇപ്പം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കേസ് കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.